തിരുവനന്തപുരം മട്ടക്കുളങ്ങര സ്കൂളിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. തകർന്നത് ഓഫീസ് മുറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര. അപകടം വൈകിട്ട് 5:30 എല്ലാവരും മടങ്ങിയ ശേഷം. റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് താൽക്കാലിക ആശ്വാസം. വെള്ളിയാഴ്ച വരെ കമ്പനിക്കെതിരെ ED നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. ED അന്വേഷണം തടയണമെന്ന CMRL ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച. വീണട്ടിയടക്കം ഹർജിയിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടിക്ക് തടസ്സമില്ലെന്നും കോടതി. പാചകവാതക വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചത് 46 രൂപ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും ഇന്നു മുതൽ വില കൂടും. പാലിന് 4 രൂപയും തൈരിന് 10 രൂപയും വർദ്ധിപ്പിക്കും. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനമെങ്ങും അധ്യയന വർഷത്തിലേക്ക് കടന്ന വിദ്യാർത്ഥികൾ. കളറായി ജില്ലാതല പ്രവേശനോത്സവങ്ങൾ. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള CBSE വെബ്സൈറ്റ് തകരാറിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ. CBSEയോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റിപ്പോർട്ട് തേടി. കോമ്പറ്റിന് കരാർ നൽകിയതിന്റെ വിശദാംശങ്ങളും തേടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രം. വിദ്യാർത്ഥികളെ വലച്ച വെബ്സൈറ്റ് തകരാർ തുടരുന്നു. ടെൻഡർ നടപടികളിൽ വൻ അഴിമതി നടന്നെന്ന് രാഹുൽ ഗാന്ധി. പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് പാർട്ടി. ശനിയാഴ്ച ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടത്തുമെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ്. പ്രതിഷേധം CBSE നീറ്റ് വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട്. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം ബുധനാഴ്ചയോടെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്.